കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ദിവസങ്ങളാണല്ലോ ഈ ദിവസങ്ങൾ. അവിടുന്ന് അനുഭവിച്ച ക്രൂശ് മരണം എത്രമാത്രം ഭയങ്കരമായിരുന്നു, എത്രമാത്രം നിന്ദ്യമായിരുന്നു എന്നുള്ളത് ചരിത്രത്തിലൂടെയും തിരുവെഴുത്തിലൂടെയും മനസ്സിലാക്കി ദൈവത്തിന് മഹത്വം കരയറ്റുന്ന ദിവസങ്ങൾ കൂടെയാണല്ലോ ഈ ദിവസങ്ങൾ. ഇത്തരുണത്തിൽ ക്രൂശ് മരണത്തിൻ്റെ ഭയാനകതയെപ്പറ്റി അല്പമായിട്ട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രൂശിനെ സംബന്ധിച്ചുള്ളതായ ചരിത്രം പറയുന്നത് BC 800 ആണ്ടുകളിൽ അശൂർ രാജ്യം വാണിരുന്ന സെമിറാമിസ് എന്ന് പറയുന്ന രാജ്ഞിയാണ് ആദ്യമായി ക്രൂശ് മരണം ഏർപ്പെടുത്തിയത് എന്നുള്ളതാണ്. ക്രിസ്തുവിന് മുൻപ് 5-ാം നൂറ്റാണ്ടിൽ ഈ ക്രൂശീകരണം പല രാജ്യങ്ങളിലും നടപ്പാക്കിയതായി പ്രാചീന ചരിത്രങ്ങളിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലും ആ സമയങ്ങളിൽ ക്രൂശ് മരണം നടത്തിയിരുന്നതായി പ്രാചീന ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പക്ഷേ ഈ നിലയിലായിരുന്നില്ല. കുറ്റവാളിയെ ശിരച്ഛേദം ചെയ്തതിന് ശേഷം ക്രൂശിന്മേൽ തൂക്കുന്ന സമ്പ്രദായമായിരുന്നു അന്നുണ്ടായിരുന്നത്. പുരാതന ഗ്രന്ഥകാരന്മാർ 3 തരത്തിലുള്ള കുരിശിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാമത്തേത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ X എന്ന അക്ഷരത്തിൻ്റെ ആകൃതിയിലുള്ളതായ കുരിശാണ്. ഈ കുരിശിന് ക്രക്സ് ഡെക്യുസേറ്റ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. രണ്ടാമത്തേത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ T എന്ന അക്ഷരത്തിൻ്റെ രൂപത്തിലുള്ളതായ കുരിശാണ്. ഇതിന് ചരിത്രത്തിൽ പറയുന്ന പേര് ക്രക്സ് കോമിസ എന്നാണ്. മൂന്നാമത്തേത് കഠാരയുടെ രൂപത്തിലുള്ളതായ കുരിശ്, അതായത് നെടുന്തടിയും കുറുന്തടിയുമുള്ള കുരിശ്. നെടുന്തടി കുറുന്തടിക്ക് മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്നതായ രൂപത്തിലുള്ള കുരിശ്, അതിനെ ക്രക്സ് ഇമ്മിസ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ചരിത്രം പറയുന്നതനുസരിച്ചാണെങ്കിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് ഈ രൂപത്തിലുള്ളതായ ക്രൂശിലായിരിക്കണം. കാരണം അവിടുത്തെ ക്രൂശിൽ ഒരു മേലെഴുത്തുണ്ടായിരുന്നു. യേശു യഹൂദന്മാരുടെ രാജാവ് എന്നെഴുതിയ ഒരു മേലെഴുത്ത് തറച്ചിരിക്കണമെങ്കിൽ തീർച്ചയായും ഈ നിലയിലുള്ള ഒരു കുരിശായിരിക്കണം അന്ന് ഉപയോഗിച്ചിരുന്നത്. ഈ കുരിശ് പിന്നീട് ഒരു ക്രൈസ്തവ പ്രതീകമായി ലോകത്തിൽ മാറ്റപ്പെട്ടു എന്ന് വേണം ചിന്തിക്കാൻ. ക്രൂശുമരണത്തിന് വിധിക്കപ്പെട്ട കുറ്റവാളിയെ ചമ്മട്ടി കൊണ്ട് അടിക്കുന്ന പതിവാക്കാലത്തുണ്ടായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെയും ചമ്മട്ടി കൊണ്ട് അടിച്ചതായി നാം വായിക്കുന്നു. പീലാത്തോസ് ഒരുപക്ഷെ അതിന് അനുവാദം കൊടുത്തത് ജനക്കൂട്ടത്തിന് അദ്ദേഹത്തോട് ഒരു അനുകമ്പ തോന്നുന്നതിന് വേണ്ടി ആയിരിക്കാം. എന്നാൽ വാസ്തവത്തിൽ മറിച്ചാണ് സംഭവിച്ചത്. ജനക്കൂട്ടത്തിന് യേശുക്രിസ്തുവിനോട് അനുകമ്പ ഉണ്ടാകുന്നതിന് പകരമായി ഇത് ശിക്ഷയുടെ ഒരു ഭാഗമായി അവർ കണക്കാക്കിയിരുന്നിരിക്കണം എന്ന് ആണ് നമുക്ക് തിരുവെഴുത്തുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ആ കാലത്ത് ക്രൂശിൽ തറയ്ക്കൽ നഗരത്തിന് വെളിയിലാണ് നടത്തിയിരുന്നത്. മരണത്തിന് വിധിക്കപ്പെട്ട കുറ്റവാളി കുരിശിൻ്റെ കുറുന്തടി വധസ്ഥലത്തേക്ക് ചുമന്നുകൊണ്ട് പോകുന്ന പതിവായിരുന്നു അന്നുണ്ടായിരുന്നത്. കുറേനക്കാരനായ ശീമോനെ കൊണ്ട് ചുമപ്പിച്ചത് ഈ കുറുന്തടിയായിരിക്കാം. ചരിത്രം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ കുറ്റവാളിയുടെ 2 കൈകളും കുറുന്തടിയുടെ 2 അറ്റത്തും വച്ച് കെട്ടി കാലുകളും നെടുന്തടിയിൽ കെട്ടി ഉറപ്പിച്ച് നിർത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ കൈകാലുകൾ ആണികൾ കൊണ്ട് അടിച്ചു ചേർക്കുന്ന ഒരു സമ്പ്രദായവും നിലനിന്നിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിൽ ആണികൾ കൊണ്ട് അടിച്ച് ചേർക്കുകയായിരുന്നു. കാരണം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 24-ഉം 25-ഉം വാക്യങ്ങൾ അതിനാധാരമാണ്. അതിങ്ങനെയാണ്: എന്നാൽ യേശു വന്നപ്പോൾ 12 ഒരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറെ ഞാൻ അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. നോക്കുക, ഇവിടെ തോമസ് പറയുന്നത് അവൻ്റെ കൈകളിലെ ആണിപ്പാടുകൾ എനിക്ക് കാണണം, അതുകൊണ്ട് കർത്താവിനെ ക്രൂശിൽ ആണികൾ കൊണ്ട് അടിച്ചു ചേർക്കുകയായിരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കും. അതേസമയം തന്നെ മറ്റൊരു ഭാഷ്യമുള്ളത് കാലുകളിൽ ആണികൾ അടിച്ചിരുന്നുവോ എന്നുള്ളതായ ഒരു സംശയമാണ്. കാരണം ഈ ഭാഗത്ത് കാലുകളിലെ മുറിവുകളെ സംബന്ധിച്ച് തോമസ് പറയുന്നില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിനോട് ചേർത്ത് തറച്ചിരുന്നത് 3 ആണികൾ കൊണ്ടാണ് എന്നുള്ളത് വിശ്വസിക്കുവാൻ നമ്മെ സഹായിക്കുന്ന 2 വേദഭാഗങ്ങൾ തിരുവെഴുത്തിലുണ്ട്. അതിലൊന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 38, 39 എന്നീ വാക്യങ്ങളാണ്. അവൻ അവരോട്, നിങ്ങൾ കലങ്ങുന്നത് എന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്?
ഞാൻ തന്നെ ആകുന്നു എന്ന് എൻ്റെ കൈയും കാലും നോക്കി അറിവീൻ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾ എൻ്റെ കൈയും കാലും നോക്കി ഞാൻ യേശു ക്രിസ്തു ആണെന്ന് തിരിച്ചറിയുവീൻ എന്നാണ്. രണ്ടാമത്തെ വേദഭാഗം 22-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പ്രവചന ദൃഷ്ടിയാ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വേദഭാഗമാണ്. 22-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. നോക്കുക, ഇവിടെ ദാവീദ് രാജാവ് പറയുന്നത് അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു എന്നാണ്. 22-ാം സങ്കീർത്തനത്തെ കർത്താവിൻ്റെ ക്രൂശ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ പ്രവചന ദൃഷ്ടിയാ കണ്ടുകൊണ്ട് ദാവീദ് രാജാവ് ദൈവാത്മ പ്രേരിതനായി രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തനമാണല്ലോ 22-ാം സങ്കീർത്തനം. അതിൽ താൻ പറയുകയാണ്, അവർ എൻ്റെ കൈകളെയും കാലുകളെയും തുളച്ചു. ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈകാലുകളിൽ ആണികൾ തറച്ചാണ് ക്രൂശിനോട് ബന്ധിച്ചത് എന്ന് നമുക്ക് വിചാരിക്കുവാൻ സാധിക്കും. ക്രൂശിലെ മരണം അതിവേദന അനുഭവിക്കുന്നതായ മരണമാണ്. അതായത് അതിവേദന അനുഭവിച്ച് ഇഞ്ചിഞ്ചായി മരിക്കുന്ന മരണമാണ് ക്രൂശിലെ മരണം. പ്രാചീന ചരിത്രം പറയുന്നത് ക്രൂശിന്മേൽ ചില ദിവസങ്ങളോളം കിടന്ന് മരിച്ചവരും ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത് ഒരുക്ക നാളിലായതിനാലും പിറ്റേ ദിവസം ശബത്താകയാലും യേശു ക്രിസ്തുവിൻ്റെ മരണം ത്വരിതഗതിയിലാക്കണം എന്നവർ ആഗ്രഹിച്ചു. മരണം ത്വരിതപ്പെടുന്നതിന് വേണ്ടി ആ കാലത്ത് ക്രൂശിൽ തറയ്ക്കുന്നവരുടെ കാലൊടിക്കുക പതിവായിരുന്നു. അങ്ങനെ കർത്താവിനോട് കൂടെ ക്രൂശിച്ച 2 കള്ളന്മാരുടെ കാലുകൾ ഒടിച്ചതായി നാം വായിക്കുന്നു. എന്നാൽ യേശുവിൻ്റെ സമീപത്തേക്ക് വരുമ്പോൾ അവൻ മരിച്ചു എന്ന് കണ്ടതുകൊണ്ട് അവൻ്റെ കാൽ ഒടിച്ചില്ല. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 33-34 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഈ കാര്യം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ആ കാലത്ത് ശവശരീരങ്ങൾ ക്രൂശിന്മേൽ നിന്ന് ഇറക്കുന്നതിന് മുൻപായി മരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഹൃദയഭാഗത്ത് കുന്തം കൊണ്ട് ആഴത്തിൽ കുത്തി മുറിവേൽപ്പിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ നിലയിലാണ് കർത്താവിൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് ആഴത്തിൽ കുത്തിയത് എന്ന് ചരിത്രം പറയുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു അനുഭവിച്ച വേദന എത്രയോ ഭയങ്കരമായിരുന്നു. സദൃശവാക്യങ്ങൾ 31-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നതിനനുസരണമായി ചരിത്രം പറയുന്നത്, യഹൂദ്യയിലെ ഒരു വനിതാ സംഘടന വധശിക്ഷയ്ക്ക് മുൻപ് കുറ്റവാളികൾക്ക് മൂര് കലർത്തിയ വീഞ്ഞ് കൊടുക്കുക പതിവുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം അവരുടെ ബോധം മറയുന്നതിന് വേണ്ടി, വേദന അറിയാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് അത് ചെയ്തിരുന്നത് എന്നും ചരിത്രം പറയുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് തൻ്റെ ബോധം മറയുന്നതിന് വേണ്ടിയോ വേദന അറിയാതിരിക്കുന്നതിന് വേണ്ടിയോ മതിയായ അളവിൽ പുളിച്ച വീഞ്ഞ് കുടിച്ചതായി തിരുവെഴുത്തിൽ പറയുന്നില്ല. അവിടുന്ന് പൂർണ്ണമായും ബോധത്തോടുകൂടെ സകല വേദനയും അനുഭവിച്ചാണ് ക്രൂശുമരണം സഹിച്ചത്. ക്രൂശിതനായ കർത്താവിൻ്റെ രൂപത്തെ പ്രവചന ദൃഷ്ട്യാ കണ്ടുകൊണ്ട് കർത്താവിന് 600-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകനായ യെശയ്യാവ് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ്റെ രൂപം കണ്ടാൽ ആളല്ല എന്നും അവൻ്റെ ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്നും തോന്നുമാറ് വിരൂപനായിപ്പോയി എന്നാണ്. അത്രമാത്രം ഛിന്ന ഭിന്നമായ ഒരു ശരീരത്തെയാണ് പ്രവാചകൻ തൻ്റെ പ്രവചന ദൃഷ്ടിയാ കാണുന്നത്. ചൂണ്ടൽ പോലെയുള്ള അസ്ഥികഷണങ്ങൾ ചേർത്തുണ്ടാക്കിയ ചാട്ടവാറുകൾ കൊണ്ട് ശരീരമെല്ലാം അടിച്ച് തകർത്തിരിക്കുന്ന ഒരു രൂപത്തെ കാണുവാൻ സാധിക്കുമോ പ്രിയമുള്ളവരെ? കോൽ കൊണ്ട് ശിരസിന്മേൽ അടിക്കുമ്പോഴും ഒരു മുൾക്കിരീടം മെടഞ്ഞ് തലയിൽ വെച്ച് ആഞ്ഞടിക്കുമ്പോഴും അവിടുന്ന് അനുഭവിച്ച വേദന എത്ര ഭയങ്കരമായിരുന്നു. ചരിത്രം പറയുന്നതനുസരിച്ച് 500-ൽ പരം പടയാളികൾ ഒന്നിനു പിറകെ ഒന്നായി വന്ന് മുഖത്തേക്ക് തൊപ്പി വികൃതമാക്കിയ ആ മുഖത്തെ ഒന്ന് കാണുവാൻ നമുക്ക് സാധിക്കുമോ പ്രിയമുള്ളവരെ? എന്തിനു വേണ്ടിയാണ് കർത്താവ് ഇതെല്ലാം സഹിച്ചത്? ദൈവവചനം ഇങ്ങനെ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത്. പാപമെന്തെന്നറിഞ്ഞിട്ടില്ലാത്തവൻ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു എന്നെഴുതിയിരിക്കുന്നു. അവിടുന്ന് പാപം ചെയ്തിട്ടില്ല, പാപം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അങ്ങനെ പരിശുദ്ധനായവൻ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. മരണവേദനയുടെ പാരമ്യതയിൽ
എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പുത്രൻ ക്രൂശിന്മേൽ അലറിക്കരയുമ്പോൾ പിതാവായ ദൈവം മുഖം തിരിച്ചു കളഞ്ഞു. കാരണം അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും ഓർത്തു. കർത്താവായ യേശുക്രിസ്തു ക്രൂശിന്മേൽ മരിച്ചില്ലായിരുന്നുവെങ്കിൽ നാം എല്ലാവരും നരകാഗ്നിയിൽ പതിക്കുമായിരുന്നു. നിത്യത മുഴുവനും നാം നരകാഗ്നിയിൽ എരിയേണ്ടതായി വരുമായിരുന്നു. പാപത്തിൻ്റെ ശമ്പളമായ നിത്യമായ മരണം എന്നുള്ള അതിഭയാനകമായ നരകാഗ്നിയിലെ ശിക്ഷാവിധി നാം ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമായിരുന്നു. എന്നാൽ ദൈവം നമ്മോട് കാണിച്ച മഹാകരുണ നിമിത്തം സ്വന്തം പുത്രനെ നമുക്ക് പകരമായി കാൽവറി ക്രൂശിൽ തകർത്ത് കളഞ്ഞ് നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം എത്രയോ വിലയേറിയതാണ്. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ദൈവദാസൻ ഭക്തനായിരുന്ന എം ഇ ചെറിയാൻ സാർ എഴുതിയ ഒരു ഗാനത്തിൻ്റെ ചില വരികൾ പാടി ഈ ധ്യാന ചിന്തകൾ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നരകാഗ്നിയിൽ നാം എരിയാതെ, ചിരകാലം നാം വലയാതെ, പരഗതി നമ്മൾ കരുളാനായി, പരമസുതൻ വന്നിഹ നരനായി. ജയ ജയ ക്രിസ്തുവിൻ തിരുനാമം, പാപികൾക്കാനന്ദ വിശ്രാമം. നമ്മുടെ കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾക്ക് നൽകിയ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പുത്രൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഏൽക്കേണ്ടിയിരുന്ന പാപത്തിൻ്റെ സകലവിധമായ ശിക്ഷകളും അവിടുത്തെ പുത്രൻ്റെ മേൽ അവിടുന്ന് ചുമത്തിയതായി ഞങ്ങൾ വായിക്കുന്നു. അതുകൊണ്ട് നരകാഗ്നിയിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ ലഭിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, നിത്യത മുഴുവനും ഞങ്ങൾ നരകാഗ്നിയിൽ കിടക്കേണ്ടുന്നവരായിരുന്നു. എന്നാൽ അവിടുന്ന് ഞങ്ങളെ വിടുവിച്ചു. അവിടുത്തെ പുത്രൻ്റെ ചങ്കിലെ ചോരയാൽ ഞങ്ങളെ വീണ്ടെടുത്തു. ഞങ്ങളെ ദൈവമക്കളാക്കി തീർത്തു, സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർത്തു. അതിനായി ഞങ്ങൾ കോടാനുകോടി നന്ദി അവിടുത്തെ മുൻപാകെ അർപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും, ഞങ്ങളുടെ അന്ത്യശ്വാസം വരെയും ഈ കാര്യത്തെ ഓർമ്മിച്ചുകൊണ്ട് അവിടുത്തോട് നന്ദിയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. ഇതുവരെയും ഈ കൃപയിലേക്ക് വന്നിട്ടില്ലാത്ത ആരെങ്കിലും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ചുവെങ്കിൽ യേശുക്രിസ്തുവിലൂടെയുള്ള സൗജന്യമായി ലഭിക്കുന്ന നിത്യരക്ഷയെപ്പറ്റി മനസ്സിലാക്കി കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാകുവാൻ അവരെ സഹായിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ, ആമേൻ. നരകാഗ്നിയിൽ നാം എരിയാതെ, ചിരകാലം നാം വലയാതെ, നരകാഗ്നിയിൽ നാം എരിയാതെ, ചിരകാലം നാം വലയാതെ, പരഗതി നമ്മൾ കരുളാനായി, പരമസുതൻ വന്നിഹ നരനായി. പരഗതി നമ്മൾ കരുളാനായി, പരമസുതൻ വന്നിഹ നരനായി. ജയ ജയ ക്രിസ്തു